ഹായ് ഗേസ്, ഇന്ന് നമുക്കൊരു വീട് കാണാം കേട്ടോ. ഒരു പാല് കാച്ചുണ്ടായിരുന്നു, അതിന് പോയതാണ്. ഇതെൻ്റെ ഒരു അനിയനും അനിയത്തിയാണ്, ശ്യാമും സജിതയും. അപ്പോൾ ഇവരുടെ ആയിരുന്നു പാല് കാച്ച്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, സാധാരണ ഇപ്പോൾ എല്ലാവരും 2 നില കെട്ടിടമല്ലേ വെക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒറ്റ നിലയിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു വീട്. അപ്പം വെളുപ്പിനെയായിരുന്നു പാല് കാച്ച് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പാല് കാച്ചുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ നിന്നൊരു ഫോട്ടോയൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് വീടിൻ്റെ വീഡിയോയാണ് ഇത്. നമ്മൾ കയറി ചെല്ലുമ്പം തന്നെ ഒരു വലിയ ഹാളുണ്ട്. അതിൽ നിന്നാണ് ഓരോ റൂമിലേക്ക് കയറിപ്പോകുന്നത്. അപ്പം മുറിയൊന്നും വെച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഞങ്ങളുടെ ഇവിടെ നന്ദൂസിൻ്റെ അവിടെ ആണെങ്കിലും മുകളിൽ റൂമുണ്ട്. പക്ഷേ അങ്ങനെ മുകളിലോട്ടൊന്നും അധികം ആരും പോകാറില്ല. ആരെങ്കിലും വരുമ്പോഴൊക്കെ കയറി കിടക്കാറുള്ളൂ. അപ്പോൾ ഇതാണെങ്കിൽ താഴെ തന്നെ എല്ലാ സൗകര്യങ്ങളും കൂടിയ 4 മുറികളുള്ള നല്ല വലിപ്പമുള്ള മുറികളും വലിയ അടുക്കളയൊക്കെ ആയിരുന്നു. അപ്പം നല്ല കൊള്ളാം, നല്ല രസമുണ്ട്, നല്ല സൗകര്യങ്ങളുള്ള ഒരു വീട്. അങ്ങനെ ഞാൻ അതിൻ്റെ വീഡിയോ എല്ലാം എടുത്ത് നമുക്ക് വീടൊന്ന് കാണാം. അങ്ങനെ ശ്യാമിൻ്റെ വീടൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ പോയത് ഞങ്ങളുടെ സ്വന്തം കിളിമാനൂരത്തെ വീട്ടിലേക്കാണ് കേട്ടോ. അവിടുത്തെ ആദ്യത്തെ ദിവസം ഞങ്ങൾ കുറച്ച് ദിവസമായി ഇത് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ട് വീട്. പക്ഷേ ഞങ്ങളിതുവരെ അവിടെ അങ്ങനെ വെപ്പും കുടിയൊന്നും ആയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാ സാധനങ്ങളുമായിട്ട് പോയി അവിടെ എല്ലാം ആഹാരമൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ കഴിച്ചു. എന്തിനാണ് പോയതുണ്ട്, അവനിവിടെ ഒരു ചെറിയ പരിപാടി ഉണ്ടായിരുന്നു, ഒരു വർക്ക്. അതിന് വേണ്ടിയിട്ടാണ് പോയത്. ടാങ്കിൻ്റെ നമ്മുടെ ഇതുണ്ടല്ലോ, വാട്ടർ ടാങ്ക്, അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു തെങ്ങുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തേങ്ങ വീണ് ടാങ്ക് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയും പിന്നെ നല്ല വെയിൽ വരുമ്പോൾ അധികം ചൂടടിക്കാതെയൊക്കെ ആയിട്ടൊരു ഷീറ്റ് ഇടണമെന്ന് പറഞ്ഞു. അങ്ങനെ വേണ്ട അവൻ്റെ ഓരോ പണിയായുധങ്ങളായത് കേട്ടോ. അവനിപ്പോൾ പഠിക്കുവാണല്ലോ, മെക്കാനിക്കൽ എൻജിനീയറിംഗ് ആണല്ലോ പഠിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് കുറേ ലാബിലേക്കൊക്കെ കുറേ ടൂൾസൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരുവിധം എല്ലാ ഉപകരണങ്ങളും അവൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഷീറ്റ് ഞാൻ തന്നെ ഇടാം, എനിക്ക് പഠിക്കാമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ വെൽഡിങ് മെഷീനുണ്ട്, പിന്നെ ഡ്രില്ലറുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ വേണ്ട കമ്പിയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് എല്ലാം സെറ്റാക്കി. പിന്നെ വെൽഡ് ചെയ്യുന്ന ആയതുകൊണ്ട് അവൻ പറഞ്ഞമ്മ വെൽഡ് ചെയ്യുന്ന വീഡിയോ എടുക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ലൈറ്റൊക്കെ അടിക്കും. അമ്മ പിന്നെ അതിലോട്ട് നോക്കിയിരിക്കും. നമ്മൾ നോക്കിക്കൊണ്ട് നിൽക്കില്ലെന്നല്ലേ പറഞ്ഞത്, അവർ ഈ ഗ്ലാസ്സൊക്കെ വെച്ചിട്ടല്ലേ ചെയ്യുന്നത്. അങ്ങനെ പിന്നെ അവനങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ വെൽഡ് ചെയ്യുന്ന വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ വെൽഡിങ് എല്ലാം കഴിഞ്ഞു. ഇനി ഇത് മുകളിലേക്ക് കയറ്റണം, അതൊരു ടാസ്ക്കായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെയുള്ള വേറൊരാളെയും കൂടെ വിളിച്ച് ഞങ്ങൾ 4 പേരും കൂടെ ഒരുവിധം അത് മുകളിലേക്ക് കയറ്റി. അപ്പം അതിന് വേണ്ട എല്ലാ അളവൊക്കെ എടുത്ത് എല്ലാം അത് ശരിക്കും അവർക്ക് പഠിക്കുന്നതുകൊണ്ടായിരിക്കും അത് വരച്ചൊക്കെ അവൻ എല്ലാ അളവെല്ലാം എടുത്ത് അത് ആദ്യം ഒന്ന് റഫായിട്ട് അതിൻ്റെ ഡയഗ്രാം ഒക്കെ വരച്ച് 1 ഇഞ്ച് 1 സെൻറ്റിമീറ്റർ 1 ഇഞ്ച് പോലും മാറാതായിരുന്നു കേട്ടോ. കമ്പികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അടുക്കി വെച്ച്. അപ്പോൾ തേങ്ങ വീഴാതിരിക്കണമെങ്കിൽ അതിൻ്റെ അടുപ്പിച്ചടുപ്പിച്ച് കമ്പികൾ വെക്കണമല്ലോ എന്ന് പറഞ്ഞ് അതെല്ലാം അടുപ്പിച്ച് കമ്പിയൊക്കെ വെച്ച് അതിൻ്റെ മുകളിൽ ഷീറ്റൊക്കെ ഇട്ട് അതിങ്ങനെ റെഡിയാക്കി എടുത്തു അവൻ.
അപ്പോൾ പിന്നെ അവന് നമ്മുടെ സ്വന്തം വീട്ടിലല്ലേ ഇങ്ങനെ ചെയ്തു പഠിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ എനിക്ക് ഒരു അവസരം എന്താണെന്നും പറഞ്ഞ് എൻ്റെ കൈയും കാലുമൊക്കെ പിടിച്ചിട്ടാണ് കേട്ടോ അവൻ അവസരം മേടിച്ചത്. എനിക്ക് പേടിയായിരുന്നു. അങ്ങനെ അതുകൊണ്ട് ഇതിൻ്റെ മുകളിലാണ് കയറ്റേണ്ടത്. ഞാനിങ്ങനെ അവൻ്റെ കൂടെ തന്നെ നിൽക്കുമായിരുന്നു കേട്ടോ. വേണ്ടേ, വീഡിയോ ഒന്നും എടുക്കുന്ന അത്ര ഇഷ്ടമുള്ള ആളൊന്നും അല്ല. പിന്നെ ഞാനിങ്ങനെ വീഡിയോ എടുക്കുമല്ലേ, അമ്മ കൂടെ നിൽക്കുമല്ലേ എന്ന് വിചാരിച്ചൊന്ന് കൈ കാണിച്ചെന്നേ ഉള്ളേ. വേണ്ടേ, ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. കാര്യം ഇങ്ങനെ ഇത് ചെയ്യാനായിട്ട് സമ്മതിച്ചല്ലോ, അതുകൊണ്ട്. പിന്നെ പരീക്ഷയൊക്കെ കഴിഞ്ഞുകൊണ്ട് ഞാനും വിചാരിച്ചു, അല്ലെങ്കിൽ ഈ വെൽഡിംഗ് എന്ന് പറയുന്നത് കോളേജിൽ പോയാലും ലാബ് കഴിഞ്ഞ് വരുമ്പം തന്നെ വെൽഡിങ്ങിൻ്റെ അന്ന് കണ്ണൊക്കെ ഇങ്ങനെ ചുമന്ന് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചൊക്കെ ഇരിക്കും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ഇത്രയും ദിവസം ഞാൻ പിടിച്ചു വെച്ചിരുന്ന കാര്യം പരീക്ഷയല്ലായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ക്ഷീണമോ അല്ലെങ്കിൽ കണ്ണിന് എന്തെങ്കിലും ഇതൊക്കെ അസ്വസ്ഥതയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പഠിക്കണ്ടേ. അങ്ങനെ ഞാൻ പറഞ്ഞ് മാറ്റി വെച്ച് എങ്ങനെയെങ്കിലും പരീക്ഷ കഴിയുന്നവരെ അങ്ങ് ക്ഷമിച്ച് പരീക്ഷ കഴിഞ്ഞതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് ഞങ്ങൾ പോയത്. അങ്ങനെ കുറേ രാവിലെ തുടങ്ങി, തലേ ദിവസം പോയി രാവിലെ തുടങ്ങി വൈകുന്നേരം രാത്രിയായപ്പോഴത്തേക്ക് പണിയെല്ലാം തീർത്ത് ടാങ്കിൻ്റെ മുകളിൽ അത് കയറ്റി ഷീറ്റും ഇട്ട് സെറ്റാക്കി. ഭയങ്കര സന്തോഷത്തോടെ ആൾ കേട്ടോ, എന്തോ വലിയൊരു കാര്യം സാധിച്ച കൂട്ട് ഭയങ്കര സന്തോഷമായി. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. കാര്യം അവന് ഒരു സംഭവം ചെയ്യാമെന്ന് ഏറ്റെടുത്തിട്ട് അത് വിജയകരമായിട്ട് പൂർത്തിയാക്കിയല്ലോ. അപ്പോൾ ഈ വീടിനൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് കേട്ടോ. അവൻ കുഞ്ഞിലെ പിന്നെ പിച്ച വെച്ച് എഴഞ്ഞു നടക്കുന്ന, മുട്ടിലെഴയുന്ന പ്രായം തൊട്ട് പിച്ച നടക്കുന്ന പ്രായം വരെ കുറച്ച് കാലങ്ങളിൽ അവൻ ഇവിടെ തന്നെ ആയിരുന്നു. അന്ന് അവൻ്റെ മുത്തശ്ശനും അച്ചമ്മയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മുത്തശ്ശൻ്റെ പുറകെ അവനിങ്ങനെ മുട്ടിലെഴഞ്ഞു പോവുകയും ഒക്കെ ചെയ്യും. അപ്പോൾ അവൻ ഓരോ മുറിയിലും കയറുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു, എടാ നീ ഈ മുറിയിൽ ഇന്ന കാര്യം ചെയ്തു, ഈ മുറിയിൽ ഇന്ന കാര്യം ചെയ്തു എന്നൊക്കെ. അങ്ങനെ കുരുത്തക്കേടും കുസൃതിയുമായിട്ട് നടന്ന ഓരോ മുറിയിലും ഇപ്പം പണിയായുധങ്ങളുമായിട്ടൊക്കെ നടക്കുന്ന കണ്ടപ്പം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമായിരുന്നു കേട്ടോ. കാര്യം ഇത്രയും വർഷത്തെ ഒരു ഗ്യാപ്പിന് ശേഷം ഇവിടെ ഇങ്ങനെ വരാനും ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വരാൻ പറ്റി. പിന്നാണെങ്കിൽ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞങ്ങൾ അവിടെ ഇരുന്ന് പഴയ പോലെ ഇരുന്ന് ആഹാരമൊക്കെ ഉണ്ടാക്കി ആഹാരമൊക്കെ കഴിച്ചു. ഒക്കെ ഒരു ഭയങ്കര ഒരിക്കലും നടക്കുമെന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യമല്ല ഇത്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകും. ഇനി എല്ലാവരെയും കൂടെ വിളിച്ച് ഞങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവരും കൂടെ ഇവിടെ നിന്ന് ഒത്തുകൂടണം. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. അപ്പം നമ്മുടെ പണി വേണ്ട ഇത്രയായി കേട്ടോ, ഷീറ്റൊക്കെ ഇടാറായി. അപ്പോൾ അവൻ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത്, പിന്നെ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് അച്ഛനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. കാര്യം അച്ഛൻ കൂടെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാനവിടെ സമാധാനമായിട്ട് നിന്ന് വീഡിയോ ഒക്കെ എടുത്തു. പക്ഷേ എപ്പോഴും എൻ്റെ ഒരു കണ്ണ് അവൻ്റെ പുറത്തുണ്ടായിരുന്നു. കണ്ടേ, എല്ലാം കറക്റ്റ് അളവിന് ഞാൻ പറഞ്ഞില്ലേ, ബാക്കി വന്നതെല്ലാം മുറിച്ച് കളഞ്ഞ്. അച്ഛൻ പറഞ്ഞത് സാരമില്ലടാ, ഷീറ്റിനടി പോകുന്നതല്ലേ അവിടെ കിടന്നോട്ടേന്നു. അത് ഭംഗിയില്ലത്രേ. അങ്ങനെ അതെല്ലാം മുറിച്ച് ലെവലാക്കി വീണ്ടും അതെല്ലാം വെൽഡ് ചെയ്ത് പിന്നെ സ്ക്രൂ ഒക്കെ ഇട്ട് അടിപൊളിയാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് കയറ്റി. അതുകൊണ്ട് അവിടെ ലൂസായതാണോ നോക്ക്, മാറി മാറ്റി.
അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞ് വെൽഡ് ചെയ്യാനുള്ളതെല്ലാം വെൽഡ് ചെയ്ത് പിന്നെ സ്ക്രൂ ഇടാനുള്ളതെല്ലാം സ്ക്രൂ ഒക്കെ ചെയ്ത് എല്ലാം വേണ്ടേ ഒരാളെയും കൂടെ പിന്നെ കൂട്ടിന് സഹായത്തിന് വിളിച്ച്. കാര്യം നല്ല വെയിറ്റായേ, ഇത്രയും കമ്പി ഷീറ്റും എല്ലാം അല്ലേ. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഞാനും അവനും കൂടെ താഴെ നിന്ന് ഇതിങ്ങനെ പൊക്കി കൊടുത്തു. പിന്നെ മുകളിൽ 2 പേര് നിന്നിട്ട് അത് മുകളിലേക്ക് വലിച്ച് പൊക്കിയെടുത്ത് വെച്ചു. അപ്പോൾ അങ്ങനെ ഞാനും കൂടെ അതിനകത്തുണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ആ പൊക്കി കയറ്റുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ പിന്നെ അത് വേണ്ട മുകളിലിട്ടിട്ട് പിന്നെ വെൽഡിങ് മെഷീൻ കൊണ്ട് പിന്നെ അവൻ മുകളിൽ കയറിയിട്ട് അതെല്ലാം വെൽഡ് ചെയ്ത് താഴെ 4 തൂണുണ്ടായിരുന്നു, ആ തൂണുമായിട്ട് വെൽഡ് ചെയ്ത് അത് യോജിപ്പിച്ചു. അങ്ങനെ ആൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ. അവൻ വിചാരിച്ചില്ല ഇത്രയും, ഞങ്ങൾ 2 ദിവസം വേണമെന്ന് വിചാരിച്ചാൽ പോയത്. പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് തന്നെ എല്ലാ പണിയും കഴിഞ്ഞ് ഭയങ്കര സന്തോഷമായിട്ട് അടിപൊളിയായിട്ട് തിരിച്ചു പോന്നു. അങ്ങനെ ടാങ്ക് സുരക്ഷിതമായി. ഉണ്ടോ, പണിയെല്ലാം കഴിഞ്ഞ് സന്തോഷത്തോടെ സമാധാനത്തോടെ കിടന്ന് മൊബൈൽ കാണുക നമ്മുടെ അപ്പൂസ്.